ആദിപരാശക്തിമാതാ കീ ജയ്. നിത്യേ നിൻ കനിവാലഹോ ശിവനനങ്ങിടുന്നു ധാതാവുതാൻ. നിത്യം സൃഷ്ടി നടത്തിടുന്നു ഹരിയും ലോകാവനം ചെയ്വതോ. നീതാൻ സർവവിധാത്രി കാത്തിടുക മാം ലോകത്തിൽ. നീയെന്നിയേ നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. നാരദൻ്റെ ഉപദേശങ്ങൾ, വ്യാസന് കൊടുക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് മായയുടെ പ്രഭാവത്തെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് അവലോകനം ചെയ്തു വരുന്നത്. ഇപ്രകാരം ഇതാ നാരദൻ പറഞ്ഞ സമയത്ത് നാരദൻ പറഞ്ഞു എന്നുള്ളതിനെ വ്യാസൻ ജനമേജയന് പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ രാജാവേ ജനമേജയ, എന്നോടിങ്ങനെ ഉപദേശിച്ചിട്ട നാരദൻ എൻ്റെ ആശ്രമത്തിൽ നിന്നും യാത്രയായി. ഞാനാകട്ടെ നാരദമുനി പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ട് ആ സരസ്വതി നദീ തീരത്ത് വസിച്ച് ഈ ദേവി ഭാഗവത രചനയിൽ മുഴുകി കാലം നയിച്ചു വന്നു. ഇത് ഈ ദേവി ഭാഗവതം എന്നുള്ളത് ഉത്തമമായിട്ടുള്ള പുരാണമാണ്. സകല സംശയങ്ങളും ഇല്ലാതാക്കുന്നതും പല കഥകൾ ഉൾക്കൊള്ളുന്നതും വേദത്തെ പ്രമാണീകരിച്ചിട്ടുള്ളതുമാണ് ഈ ദേവി ഭാഗവതം എന്ന ഗ്രന്ഥം. ഇതിൽ അങ്ങക്ക് ഒരു സംശയവും ഉണ്ടാവണ്ട. ഒരു ഇന്ദ്രജാലക്കാരൻ, ഒരു മജീഷ്യൻ എപ്രകാരമാണോ മരപ്പാവയെ കയ്യിൽ വെച്ചുകൊണ്ട് തൻ്റെ ഇച്ഛയ്ക്ക് ഒത്ത് അതിനെ തുള്ളിക്കുന്നത്, അതുപോലെ സ്ഥാവര ജംഗമമായിട്ടുള്ള സകല ജഗത്തിനെയും മായ ദേവി തൻ്റെ ഇച്ഛയ്ക്കൊത്ത് തുള്ളിക്കുന്നു എന്ന് മനസ്സിലാക്കൂ. ബ്രഹ്മാദി സ്തംഭപര്യന്തം, ബ്രഹ്മാവ് മുതൽ തൃണം വരെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചിത്തവുമുള്ള ദേവന്മാരും അസുരന്മാരും മനുഷ്യരും ഉൾപ്പെടെ സകല ജീവികളും ആ മഹാമായയുടെ ഇച്ഛാനുസരണം തുള്ളുന്നവരാണ്. ജഗത്തിൻ്റെ സകല ചലനത്തിനും കാരണം ഈ ഗുണത്രയങ്ങൾ, സത്വരജതമോ ഗുണത്രയങ്ങളാണ് എന്ന് മനസ്സിലാക്കൂ. കാര്യം കാരണത്തോടു കൂടിയാണ് എന്നുള്ളത് തീർച്ചയാണ്. കാര്യം കാരണത്തോടു കൂടിയാണ് എന്നുള്ളത് തീർച്ചയാണ് എന്ന് പറഞ്ഞാൽ, കാരണമായിട്ടുള്ള സ്വർണമുണ്ടെങ്കിലേ കാര്യമായിട്ടുള്ള ആഭരണങ്ങളുള്ളൂ. കാരണമായിട്ടുള്ള മണ്ണുണ്ടെങ്കിലേ കാര്യമായിട്ടുള്ള കുടം, ഘടം മുതലായിട്ടുള്ള പാത്രങ്ങളുള്ളൂ. കാരണമായിട്ടുള്ള ജലമുണ്ടെങ്കിലേ കാര്യമായിട്ടുള്ള കുമിളകളുള്ളൂ. അതെല്ലാം കാരണമായിട്ടുള്ള സ്വർണത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ അല്ലെങ്കിൽ ജലത്തിലാണ് നിലനിൽക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, അതിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ഇല്ലാതാവുന്ന സമയത്തും അതിൽ തന്നെയാണ് ലയിച്ചു ചേരുന്നത്. ഇതാണ് കാര്യം കാരണത്തോടു കൂടിയാണ് എന്നിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ 3 മായാഗുണങ്ങളുടെയും സ്വഭാവം വേറെ വേറെയാണ്. ശാന്തം, ഘോരം, മൂഢം ഇവ 3മാണ് മായയുടെ ഭിന്ന സ്വഭാവങ്ങൾ. ശാന്തം സത്വഗുണം, ഘോരം രജോ ഗുണം, മൂഢത്വം താമസഗുണം. സദാ ആ മായാഗുണങ്ങളോട് കൂടിയ മനുഷ്യന്
അവയില്ലാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല. ഈ ഗുണങ്ങൾ ത്രിഗുണരഹിതരായിട്ട് ഈ ലോകത്താരുമില്ല. നൂലില്ലാതെ വസ്ത്രം ഉണ്ടാക്കുവാൻ സാധ്യമല്ലല്ലോ. ഓതപ്രോതം തലങ്ങനെയും വിലങ്ങനെയും ആ നൂലുകൾ പരസ്പരം ബന്ധിക്കുന്ന സമയത്താണ് ഒരു വസ്ത്രം, ഒരു മുണ്ടായാലും സാരി ആയാലും ഷർട്ടായാലും തോർത്തായാലും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഒക്കെ കാണുന്നതായിട്ടുള്ള ഈ വസ്ത്രങ്ങൾ അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിനുള്ള നൂല് ഇഴകളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഘടിപ്പിച്ചുകൊണ്ടാണ് വസ്ത്രങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നൂലില്ലാതെ ഒരിക്കലും വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതുപോലെ ത്രിഗുണാത്മകമാണ് ഈ സൃഷ്ടി, ഈ പ്രപഞ്ചം എന്നുള്ളത് കാരണം കൊണ്ട് ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന നമുക്കൊന്നും ഈ മായാഗുണങ്ങളോട് കൂടാതെ കണ്ടിരിക്കാൻ നിവർത്തിയില്ല എന്ന് പറയാണ്. അതുപോലെ ദേവദേഹമായാലും ശരി, മനുഷ്യദേഹമായാലും ശരി, മൃഗാദികളായാലും ശരി, ത്രിഗുണരഹിതമായിട്ടുള്ള ഒരു ദേഹിയും ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. മണ്ണില്ലാതെ കുടമുണ്ടാവില്ല എന്നതുപോലെ ഗുണരഹിതമായിട്ടാരും ഉണ്ടാവില്ല. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ത്രിഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവരാണ്, അതിൽ നിന്നും പുറത്തുള്ളവരല്ല. ചിലപ്പോൾ അവർ സന്തുഷ്ടരാണ്, ചിലപ്പോൾ ദുഃഖിതരാണ്. അതുപോലെ ചിലപ്പോൾ വിഷാദമുണ്ടാവുന്നുണ്ട്. ഇതിനെല്ലാം കാരണം സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ചിന്തകളാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും ഇതിനെല്ലാം കാരണം ഈ ത്രിഗുണങ്ങൾ തന്നെയാണ്. ആ ത്രിഗുണത്തിന് വിധേയരാണ് എന്നുള്ളത് കാരണം കൊണ്ട് ഇതെല്ലാം എല്ലാവർക്കും, ത്രിമൂർത്തികളടക്കമുള്ള എല്ലാവർക്കും അനുഭവിച്ചേ മതിയാവൂ. ബ്രഹ്മാവ് ചിലപ്പോൾ സത്വഗുണസ്ഥാനിയായിരിക്കും. അപ്പോൾ അദ്ദേഹം ശാന്തനും സമാധാനിയുമായിട്ടിരിക്കുന്നുണ്ട്. ജ്ഞാനിയായിരിക്കുന്ന ആ ബ്രഹ്മാവ് അപ്പോൾ സകല ജീവികളോടും പ്രീതിയുള്ളവനായിട്ട് തീരണു. പിന്നെ ചിലപ്പോൾ ആ സത്വഗുണം പോയിട്ട് രജോഗുണ ഉള്ളവനായി ഭവിക്കുന്ന സമയത്ത് ഘോരരൂപനും എല്ലാവരിലും അപ്രീതിയുള്ളവനുമായിട്ട് ഭവിക്കണു. എപ്പോഴാണോ തമോ ഗുണം ആധിക്യമുണ്ടാവുന്നത് അപ്പോൾ അദ്ദേഹം വിഷാദമൂഢനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം കാരണം ഈ ത്രിഗുണങ്ങൾ തന്നെയാണ്. അതേമാതിരി തന്നെ ഭഗവാൻ മഹാവിഷ്ണുവും സദാ സർവ പ്രകാരണയും സത്വഗുണത്തെ ആശ്രയിച്ചവനാണ്. ആ സത്വഗുണത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ശാന്തനും സന്തുഷ്ടനും ജ്ഞാനസംയുക്തനുമായിട്ടിരിക്കും. അതേ വിഷ്ണു തന്നെ രജോ ഗുണപ്രധാനിയാകുന്ന സമയത്ത് ഘോരനായിത്തീരുന്നു, രജോ ഗുണത്തിന് വിധേയനായിത്തീരുന്നു. രുദ്രനും ഇതേമാതിരി തന്നെയാണ്. രുദ്രനും പല സമയത്തും സത്വഗുണപ്രധാനിയായിട്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ശാന്തനായിരിക്കണു, ഭക്തരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണു. തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്ത് സംഹാരങ്ങൾ ചെയ്യണു, വിഷാദനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ ഗുണാധീനരാണ് എങ്കിൽ സൂര്യവംശത്തിലും സോമവംശത്തിലും ജനിച്ച രാജാക്കന്മാരുടെയും ഓരോ മന്വന്തരം തോറും വാഴുന്ന മനുക്കളെ കീഴ്പ്പെടുത്തുന്നവരും ഗുണാധീനരാണ് എന്നുണ്ടെങ്കിൽ ഈ സംസാരത്തിൽ മറ്റുള്ളവരുടെ കഥ പറയാനുണ്ടോ? അസുരന്മാരായാലും ദേവന്മാരായാലും മനുഷ്യന്മാരായാലും എല്ലാവരും ഈ സകല ജഗത്തും
മായയ്ക്ക് അധീനമാണ് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കണം. ഈ മായ ബാധിക്കാത്തവർ, അല്ലെങ്കിൽ അതിനെ ജയിച്ചവരായിട്ട് ആരും തന്നെ ഈ ലോകത്തിലില്ല എന്നുള്ളതിനെ ഹേ ജനമേജയ അവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. വ്യാസൻ തൻ്റെ വചനങ്ങൾ തുടരുന്നുണ്ട്. ആ ഭാഗങ്ങളെ നാളെ നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയമായതുകൊണ്ട് ശുഭദിനം നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. മഹാദേവ്യൈ നമഃ.